നമസ്തേ. സർവേഭ്യ രുദ്രാജ് സ്കൂൾ പ്രതി സ്വാഗതം. 5ാം ക്ലാസ്സിലെ സംസ്കൃത പഠനം അവസാനിപ്പിച്ച് 6ാം ക്ലാസ്സിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മളെല്ലാവരും. മനോഹരമായ പാഠപുസ്തകവും രസകരമായ പാഠഭാഗങ്ങളുമാണ് നിങ്ങളെ കാത്ത് 6ാം ക്ലാസ്സിലുള്ളത്. 6ാം ക്ലാസ്സിലെ സംസ്കൃത പാഠഭാഗങ്ങളിലേക്ക് കടക്കാം. 6ാം ക്ലാസ്സിലെ പ്രഥമം ഏകകം ഭവതി ജീവനം മനോഹരം. ജീവനം മനോഹരം, ജീവിതം മനോഹരമാണ്. നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതം മനോഹരമാണ്. അതിനിയും എങ്ങനെ മനോഹരമാക്കാമെന്നാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത്. സ്നേഹഃ, സാഹോദര്യം, ക്ഷമ, അനുകമ്പ, വിശ്വസ്തത, സഹായമനസ്കത ഇത്യാദയഃ സദ്ഗുണാഃ മാനവജീവനെ അത്യന്താപേക്ഷിതാഃ ഭവന്തി. സ്നേഹഃ, സ്നേഹം, സാഹോദര്യം, സഹോദരഭാവം, ക്ഷമ, അനുകമ്പ, അനുകമ്പ എന്ന് വെച്ചാൽ ദയ, വിശ്വസ്തത, സഹായമനസ്കത, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനോഭാവം, ഇത്യാദയഃ സദ്ഗുണാഃ, ഈ സദ്ഗുണങ്ങളെല്ലാം മാനവജീവനെ അത്യന്താപേക്ഷിതാഃ ഭവന്തി, ഓരോ മനുഷ്യനും വളരെ അത്യാവശ്യമായി വേണ്ടതാണ്. ഗുണാനേതാൻ വിഹായ മാനവജീവനം അപൂർണം അസുന്ദരം ച ഭവേത്. എന്താണ് ഗുണാനേതാൻ? ഈ ഗുണങ്ങളെല്ലാം ഇല്ലെങ്കിൽ മാനവജീവനം അപൂർണം അസുന്ദരം ച ഭവേത്, ഓരോ മനുഷ്യനും എന്താണ് അവരവരുടെ ജീവിതം എന്താണ് അപൂർണവും അസുന്ദരവുമാവും, സമ്പൂർണമാവില്ല, അതുപോലെ തന്നെ സുന്ദരവുമാവില്ല. ഏതാനാം ധാർമ്മിക മൂല്യാനാം സ്വാംശീകരണായ ശാസ്ത്രാനുഗുണ ജീവനായ ഏവം ജീവിത പുരോഗത്यै ച ഗുണാധിഷ്ഠിത വിദ്യാഭ്യാസഃ അവശ്യം സമാർജനീയോ ഭവേത്. ഏതാനാം ധാർമ്മിക മൂല്യാനാം സ്വാംശീകരണായ, ഈ ധാർമ്മിക മൂല്യങ്ങളുടെയെല്ലാം, ഇത്തരത്തിലുള്ള സദ്ഗുണങ്ങളുടെയെല്ലാം, മൂല്യങ്ങളുടെയെല്ലാം സ്വാംശീകരണായ, ഇത്തരത്തിലുള്ള മൂല്യങ്ങളെല്ലാം നേടിയെടുക്കാനും, ശാസ്ത്രാനുഗുണ ജീവനായ, ശാസ്ത്രമനുസരിച്ച് ജീവിക്കുവാനും, ഏവം ജീവിത പുരോഗത്यै ച, ജീവിതത്തിൽ മുന്നേറുവാനും വളരുവാനും, ഗുണാധിഷ്ഠിത വിദ്യാഭ്യാസഃ അവശ്യം സമാർജനീയോ ഭവേത്, ഗുണാധിഷ്ഠിതമായിട്ടുള്ള, ഈ ഗുണങ്ങൾക്കെല്ലാം ഊന്നൽ നൽകിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസം അത്യാവശ്യമാണ്. ഏതദർത്ഥം സഹായകാഃ മധുരം രുചിരം ആപതിമിത്രം മിത്രം ശാസ്ത്രകൗതുകം ചേതി ത്രയഃ പാഠാഃ ഏകകേ അസ്മിൻ സമായോജിതാഃ ഭവന്തി. ഈ ഗുണങ്ങളെല്ലാം നേടിയെടുക്കാൻ സഹായകമായിട്ടുള്ള മധുരം രുചിരം, ആപതിമിത്രം മിത്രം, ശാസ്ത്രകൗതുകം എന്നീ 3 പാഠഭാഗങ്ങളാണ് ഈ ഏകകത്തിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ജീവനം മനോഹരം എന്ന ഈ ഏകകത്തിൽ സ്നേഹം, സാഹോദര്യം, ക്ഷമ മുതലായിട്ടുള്ള സദ്ഗുണങ്ങളെല്ലാം നേടിയെടുത്ത് എങ്ങനെ ജീവനം മനോഹരമാക്കാമെന്ന് ഇതിലെ പാഠഭാഗങ്ങളിലൂടെ നമുക്ക് നോക്കാം. തത്ര പ്രഥമഃ പാഠഃ ഭവതി മധുരം രുചിരം. മഹതഃ സമൂഹസ്യ നിർമ്മാണായ ധാർമ്മിക മൂല്യാനി പരിപാലനീയാനി ഏവ. മഹത്തായൊരു സമൂഹത്തിന്റെ നിർമ്മാണത്തിന് ധാർമ്മിക മൂല്യങ്ങൾ പരിപാലിക്കേണ്ടതുണ്ട്. ധാർമ്മിക മൂല്യങ്ങൾ എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ സ്നേഹം, സാഹോദര്യം, ക്ഷമ, ദയ മുതലായിട്ടുള്ള സദ്ഗുണങ്ങൾ, അവയെല്ലാം സംരക്ഷിച്ചാൽ മാത്രമേ മഹത്തായൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കൂ. അതഃ മാനവജീവനെ ധാർമ്മിക മൂല്യാനാം സ്വാംശീകരണം അവശ്യം ഭവതി. അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യനിലും എന്താണ് ഇത്തരത്തിലുള്ള ധാർമ്മിക മൂല്യങ്ങൾ ആവശ്യമാണ്. തദർത്ഥം സുഭാഷിതാനി മഹദുപകാരകാണി ഭവന്തി. അതിനായി സുഭാഷിതങ്ങൾ വളരെ സഹായിക്കുന്നുണ്ട്, വളരെ ഉപകാരപ്രദമാണ്. താദൃശാനി 3 സുഭാഷിതാനി പാഠേ അസ്മിൻ പ്രതിപാദ്യന്തെ. അത്തരത്തിലുള്ള 3 സുഭാഷിതങ്ങളാണ് ഈ പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. പ്രഥമം സുഭാഷിതം. ഐക്യം ബലം സമാജസ്യ തദഭാവേ സ ദുർബലഃ തസ്മാദൈക്യം പ്രശംസന്തി ദൃഢം രാഷ്ട്രഹിതൈഷിണഃ.
ഐക്യം ബലം സമാജസ്യ. സമാജസ്യ ബലം ഐക്യം ഭവതി. ഐക്യം എന്താണ്? ഒത്തൊരുമ. ഐക്യം എന്ന് വെച്ചാൽ ഒത്തൊരുമ. ഒത്തൊരുമയാണ് ഒരു സമാജത്തിന്റെ ബലം. സമാജം എന്ന് വെച്ചാൽ സമൂഹം, ഒരുപാട് ആളുകൾ ചേർന്ന സമൂഹം. അതിന്റെ ബലം എന്ന് പറയുന്നത് ഐക്യമാണ്, ഒത്തൊരുമയാണ്. നമ്മളൊരു കാര്യം നേടിയെടുക്കാൻ ഒറ്റയ്ക്ക് പ്രവർത്തിച്ചാലാണോ ഒരുമിച്ച് പ്രവർത്തിച്ചാലാണോ അത് എളുപ്പം നടക്കുന്നത്? ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഏത് കാര്യമാണെങ്കിലും അതിന്റെ ഫലപ്രാപ്തി ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തൊരുമയാണ് ഒരു സമൂഹത്തിന്റെ ബലം എന്ന് പറയുന്നത്. തദഭാവേ സ ദുർബലഃ. തദഭാവേ അതിന്റെ അഭാവത്തിൽ സ ദുർബലഃ സഹ സമാജഃ ദുർബലഃ. അതിന്റെ അഭാവത്തിൽ, ഏതിന്റെ? ഐക്യത്തിന്റെ അഭാവത്തിൽ ആ സമാജം, ആ സമൂഹം ദുർബലമായി തീരും. ഐക്യമില്ലെങ്കിൽ ആ സമാജത്തിന് എന്താണ്? ഒരു വിജയം ഉണ്ടായിരിക്കില്ല, തല്ലിപ്പിരിഞ്ഞു പോവും. അപ്പോ ഐക്യമാണ് ഒരു സമാജത്തിന്റെ ബലം എന്ന് പറയുന്നത്. ഐക്യമില്ലെങ്കിൽ ആ സമാജത്തിന്, സമൂഹത്തിന് നിലനിൽപ്പുണ്ടാവില്ല. തസ്മാദ് ഐക്യം പ്രശംസന്തി ദൃഢം രാഷ്ട്രഹിതൈഷിണഃ. തസ്മാദ് അത്തരത്തിലുള്ള ഐക്യത്തെ പ്രശംസിക്കുന്നു, വളരെ അധികം പ്രശംസിക്കുന്നു. ആര്? രാഷ്ട്രഹിതൈഷിണഃ. രാഷ്ട്രഹിതം ഇച്ഛന്തഃ. രാഷ്ട്രത്തിന്റെ നന്മ ആഗ്രഹിക്കുന്നവർ, രാജ്യസ്നേഹികൾ എന്താണ്? ഐക്യത്തെ വളരെ അധികം പ്രശംസിക്കുന്നു. ഐക്യമുണ്ടെങ്കിലേ സമാജത്തിന് നിലനിൽപ്പുള്ളൂ. ഐക്യമാണ് സമാജത്തിന്റെ ബലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ സ്നേഹിക്കുന്നവർ, രാഷ്ട്രഹിതൈഷിണഃ, ഐക്യത്തെ പ്രശംസിക്കുന്നു. ഐക്യം പ്രശംസന്തി. ഇവിടെ ഈ സുഭാഷിതത്തിലെ ഒരു പ്രാധാന്യമുള്ള ഒരു പദച്ഛേദമാണ് തസ്മാദ് ഐക്യം. തസ്മാത് അധികം ഐക്യം. ഈ രണ്ട്, തസ്മാത് ഐക്യം എന്ന ഈ രണ്ട് വാക്കുകൾ ചേർന്നാണ് തസ്മാദ് ഐക്യം എന്ന പദം ഉണ്ടായിട്ടുള്ളത്. അടുത്തതായി അതിന് താഴെ അന്വയഃ എന്ന് തന്നിട്ടുണ്ട്. ഒരു ശ്ലോകത്തിന്റെ അല്ലെങ്കിൽ തന്ന സുഭാഷിതത്തിന്റെ ഓരോ വാക്കുകളും കൃത്യമായി ക്രമമായി പറഞ്ഞ് അർത്ഥം ബോധിപ്പിക്കുന്നതിനാണ് അന്വയഃ എന്ന് പറയുക. അപ്പം ഈ സുഭാഷിതത്തിൽ ഐക്യം ബലം സമാജസ്യ എന്ന് തന്നിട്ടുണ്ട് ആദ്യത്തെ വരിയിൽ. ഐക്യം സമാജസ്യ ബലം ഭവതി എന്നാണ്. ഐക്യം സമാജസ്യ ഫലം. അപ്പോ അവിടെ ആ ക്രമം തിരിഞ്ഞല്ലേ കിടക്കുന്നത്. അത് ക്രമം നേരെയാക്കി പറയുന്നതിനാണ് അന്വയഃ എന്ന് പറയുന്നത്. സുഭാഷിതത്തിൽ അതിന്റെ ഈണവും താളവും എല്ലാം ശരിയായി വരാൻ വേണ്ടിയിട്ട്, കേൾക്കാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുന്നത്. അതെല്ലാം നേരെയാക്കി ക്രമത്തിലാക്കി അതിന്റെ അർത്ഥം ബോധിപ്പിക്കുകയാണ് അന്വയത്തിൽ. ഐക്യം സമാജസ്യ ബലം ഭവതി. ഭവതി എന്നുള്ളത് ബ്രാക്കറ്റിലാണ് തന്നിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അവിടെ ഭവതി എന്ന വാക്ക് ഉണ്ട് എന്ന് നമ്മൾ ഊഹിക്കേണ്ടതാണ്. ഐക്യം സമാജസ്യ ബലം ഭവതി. ഐക്യം സമാജത്തിന്റെ ബലമാണ്. തദഭാവേ സഹ സമാജഃ ദുർബലഃ ഭവതി. അതിന്റെ അഭാവത്തിൽ ആ സമാജം ദുർബലമായി തീരും. ഐക്യത്തിന്റെ അഭാവത്തിൽ ആ സമാജം ദുർബലമായി തീരും. തസ്മാത് രാഷ്ട്രഹിതൈഷിണഃ ദൃഢം ഐക്യം പ്രശംസന്തി. അതിനെക്കൊണ്ട് രാഷ്ട്രഹിതൈഷിണഃ, രാഷ്ട്രഹിതം ഇച്ഛന്തഃ ജനാഃ, രാജ്യത്തിന്റെ ഹിതം ആഗ്രഹിക്കുന്ന ജനങ്ങൾ, ആളുകൾ ഐക്യത്തെ ദൃഢമായി പ്രശംസിക്കുന്നു. അതിന് താഴെയായി സാരാംശഃ എന്ന് തന്നിട്ടുണ്ട്. സാരാംശഃ എന്ന് വെച്ചാൽ ഈ സുഭാഷിതത്തിന്റെ മൊത്തത്തിലുള്ള ഒരു സാരം, അർത്ഥം. സമൂഹസ്യ ബലം ഐകമത്യം ഭവതി. ഐകമത്യം എന്ന് വെച്ചാൽ ഐക്യം, ഒത്തൊരുമ. സമൂഹത്തിന്റെ ബലമാണ് ഐകമത്യം. തസ്യ അഭാവേ സമാജഃ ദുർബലഃ ഭവതി. അതിന്റെ അഭാവത്തിൽ സമൂഹം ദുർബലമായി തീരും. തസ്മാത് രാഷ്ട്രഹിതം ഇച്ഛന്തഃ ജനാഃ ഐക്യം ധ്രുവം പ്രശംസന്തി. ഇവിടെ ധ്രുവം എന്ന് വെച്ചാൽ വളരെ അധികം എന്നുള്ള അർത്ഥം. ഈ സുഭാഷിതത്തിൽ നമ്മൾ പറഞ്ഞ അർത്ഥം തന്നെ ഒന്ന് വിപുലമായി ഒന്ന് വിവരിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണ് ഇവിടെ. സമൂഹസ്യ ബലം ഐകമത്യം ഭവതി. തസ്യ അഭാവേ സമാജഃ ദുർബലഃ ഭവതി. തസ്മാത്
രാഷ്ട്രഹിതം ഇച്ഛന്തഃ ജനാഹ. രാഷ്ട്രത്തിന്റെ ഹിതം, നന്മ ആഗ്രഹിക്കുന്ന ആളുകൾ. ഐക്യം ധ്രുവം പ്രശംസന്തി. ഐക്യത്തെ വളരെയധികം പ്രശംസിക്കുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഒരു സുഭാഷിതമാണ് ആദ്യത്തേത്. നമുക്കൊന്നുകൂടി ചൊല്ലി നോക്കാം. ഐക്യം ബലം സമാജസ്യ തദഭാവേ സ ദുർബലഃ തസ്മാദൈക്യം പ്രശംസന്തി ദൃഢം രാഷ്ട്രഹിതൈഷിണഃ. അപ്പോൾ എല്ലാവരും ഒത്തൊരുമയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുക, മുന്നേറുക. നമുക്ക് അടുത്ത സുഭാഷിതത്തിലേക്ക് കടക്കാം. ന കശ്ചിദപി ജാനാതി കിം കസ്യ ശ്വോ ഭവിഷ്യതി അതശ്വഃ കരണീയാനി കുര്യാദദ്യൈവ ബുദ്ധിമാൻ. ന കശ്ചിദപി ജാനാതി കിം കസ്യ ശ്വോ ഭവിഷ്യതി അതഃ ശ്വഃ കരണീയാനി കുര്യാദദ്യൈവ ബുദ്ധിമാൻ. ന കശ്ചിദപി ജാനാതി, ആർക്കും തന്നെ അറിയില്ല. കശ്ചിദപി ആർക്കും, ന ജാനാതി അറിയില്ല. എന്ത്? കിം കസ്യ ശ്വോ ഭവിഷ്യതി, ആർക്ക് എന്താണ് നാളെ സംഭവിക്കാൻ പോകുന്നത് എന്ന്. ആർക്കും എന്തും നാളെ സംഭവിക്കാം. അപ്പോ എന്താണ് നാളെ സംഭവിക്കാൻ പോകുന്നത് എന്ന് ആർക്കും അറിയില്ല. നിങ്ങൾക്കറിയോ നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത്? അടുത്ത നിമിഷം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അല്ലേ? അപ്പോ ന കശ്ചിദപി ജാനാതി കിം കസ്യ ശ്വഃ ഭവിഷ്യതി. ശ്വോ ഭവിഷ്യതി എന്നത് ശ്വഃ ഭവിഷ്യതി എന്ന് പറയാം. അപ്പോ ആർക്ക് എന്താണ് നാളെ സംഭവിക്കാൻ പോകുന്നത് എന്ന് ആർക്കും തന്നെ അറിയില്ല. അതഃ ശ്വഃ കരണീയാനി കാര്യാണി, നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ. കാര്യാണി എന്നിവിടെ തന്നിട്ടില്ല, കരണീയാനി ചെയ്യേണ്ടവ എന്നുള്ള അർത്ഥം. അതഃ നാളെ ചെയ്യേണ്ടവ, അതുകൊണ്ട് നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ. കുര്യാദദ്യൈവ ബുദ്ധിമാൻ. കുര്യാദ് അദ്യയേവ ബുദ്ധിമാൻ, ഇന്ന് തന്നെ ബുദ്ധിമാന്മാർ ചെയ്യണം. അതുകൊണ്ട് നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ബുദ്ധിമാന്മാർ ഇന്ന് തന്നെ ചെയ്യണം. ന കശ്ചിദപി ജാനാതി കിം കസ്യ ശ്വോ ഭവിഷ്യതി അതഃ ശ്വഃ കരണീയാനി കുര്യാദദ്യൈവ ബുദ്ധിമാൻ. നാളെ ആർക്ക് എന്താണ് സംഭവിക്കുക എന്ന് ആർക്കും തന്നെ അറിയില്ല. അതുകൊണ്ട് ബുദ്ധിമാന്മാർ നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യണം എന്നാണ് ഇതിന്റെ അർത്ഥം. മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട് നാളെ നാളെ നീള നീളെ. എന്ത് കാര്യവും നമ്മൾ നാളെ ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നീണ്ടു നീണ്ടു പോവും. അതുകൊണ്ട് ബുദ്ധിമാന്മാർ എങ്ങനെ ചെയ്യണം? ശ്വഹ ശ്വഹ എന്ന് കരുതാതെ അദ്യ അദ്യ എന്ന് കരുതണം. നാളേക്ക് വെക്കാതെ കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്തു തീർക്കണം. അവിടെ 3 പദച്ഛേദങ്ങളാണ് തന്നിട്ടുള്ളത്. കശ്ചിദപി, കശ്ചിത് അധികം അപി. ശ്വോ ഭവിഷ്യതി, ശ്വഹ അധികം ഭവിഷ്യതി. നാളെ എന്താണ് ഉണ്ടാവാൻ പോകുന്നത്? ഭവിഷ്യതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്നത്. കുര്യാദദ്യൈവ, കുര്യാത് അധികം അദ്യ അധികം ഏവ. അവിടെ 3 വാക്കുകൾ കൂടി ചേർന്നാണ് കുര്യാദദ്യൈവ എന്ന വാക്ക് പറഞ്ഞിട്ടുള്ളത്. അതിന് താഴെ അന്വയം തന്നിട്ടുണ്ട്. അന്വയഃ കിം കസ്യ ശ്വഃ ഭവിഷ്യതി ഇതി കശ്ചിദപി ന ജാനാതി. ആർക്ക് എന്താണ് നാളെ സംഭവിക്കാൻ പോകുന്നത് എന്ന് ആർക്കും തന്നെ അറിയില്ല. നാളെ ആർക്കും എന്തും സംഭവിക്കാം. അത് നമുക്ക് ഇന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതഃ ബുദ്ധിമാൻ ശ്വഃ കരണീയാനി കാര്യാണി. ഇവിടെ കാര്യാണി എന്ന് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്, നമ്മൾ അവിടെ ഊഹിക്കേണ്ടതാണ്. അതഃ ബുദ്ധിമാൻ ശ്വഃ കരണീയാനി കാര്യാണി അദ്യ ഏവ കുര്യാത്. അതുകൊണ്ട് ബുദ്ധിമാന്മാർ എന്ത് ചെയ്യണം? നാളെ ചെയ്യേണ്ടവ എന്ന് വെച്ചാൽ പിന്നത്തേക്ക് വെക്കാതെ മുൻകൂട്ടി തന്നെ ഇന്ന് തന്നെ ചെയ്തു തീർക്കണം. സാരാംശഃ ആഗാമിനി നിമിഷേ കിം ഭവിഷ്യതി ഇതി യഃ കോപി ന ജാനാതി. ആഗാമിനി നിമിഷേ, തൊട്ടടുത്ത നിമിഷത്തിൽ, വരാൻ പോകുന്ന നിമിഷത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. കിം ഭവിഷ്യതി ഇതി യഃ കോപി ന ജാനാതി. ആർക്കും തന്നെ യഃ കോപി
ന ജാനാതി, ആർക്കും തന്നെ അറിയില്ല. അതഃ ബുദ്ധിമന്തഃ സമൂഹഹിതൈഷിണഃ സജ്ജനാഃ, അതുകൊണ്ട് ബുദ്ധിമാന്മാരായിട്ടുള്ള സമൂഹത്തിന്റെ ഹിതം ആഗ്രഹിക്കുന്ന സജ്ജനങ്ങൾ എന്താണ്, ശ്വസ്തന കാര്യേഷു അദ്യൈവ സജ്ജാഹ ഭവേയുഹു, നാളത്തെ കാര്യങ്ങൾക്ക് ഇന്ന് തന്നെ സജ്ജരായി തീരണം, മുൻകൂറായിട്ട് അതിനു വേണ്ട തയ്യാറെടുപ്പുകൾ ചെയ്തിരിക്കണം. അപ്പോൾ രണ്ടാമത്തെ സുഭാഷിതത്തില് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പിന്നേക്ക് വെക്കാതെ മുൻകൂട്ടി ചെയ്യണമെന്നും അതിന് സജ്ജരാവണമെന്നുമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അഗ്രിമം തൃതീയം സുഭാഷിതം. സർവം ന ജാനാതി സർവജ്ഞോ നാസ്തി കശ്ചന നൈകത്ര പരിനിഷ്ഠാസ്തി ജ്ഞാനസ്യ പുരുഷേ ക്വചിത്. സർവഃ സർവം ന ജാനാതി, സർവഃ എല്ലാവരും, സർവം ന ജാനാതി എല്ലാ കാര്യങ്ങളും അറിയുന്നവരല്ല, എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിയുന്നവരല്ല. ആണോ? എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയില്ലല്ലോ. സർവജ്ഞോ നാസ്തി കശ്ചന, സർവജ്ഞഃ എല്ലാം അറിയുന്നവൻ, എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളെയാണ് സർവജ്ഞഃ എന്ന് പറയുക. അപ്പൊ എല്ലാം അറിയുന്നവനായിട്ട് നാസ്തി കശ്ചന ആരും തന്നെ ഇല്ല. നൈകത്ര പരിനിഷ്ഠാസ്തി ജ്ഞാനസ്യ പുരുഷേ ക്വചിത്. ജ്ഞാനത്തിന് പരിനിഷ്ഠ, അതിന്റെ സ്ഥിതി, അത് ഉൾക്കൊള്ളുന്നത് ന ഏകത്ര ന പുരുഷേ, എന്താണ്, ഒരു സ്ഥലത്തോ ഒരാളിലോ മാത്രം ഒതുങ്ങുന്നതല്ല ജ്ഞാനത്തിന്റെ പരിനിഷ്ഠ, സ്ഥിതി എന്നുള്ളത്. സർവഃ സർവം ന ജാനാതി, എല്ലാവരിലും എല്ലാ അറിവുകളും ഇല്ല. സർവജ്ഞഃ നാസ്തി കശ്ചന, സർവജ്ഞരായിട്ടില്ല, എല്ലാം അറിയുന്നവരായിട്ട് ആരും തന്നെ ഇല്ല. എന്താ കാരണം? ന ഏകത്ര പരിനിഷ്ഠാസ്തി ജ്ഞാനസ്യ പുരുഷേ ക്വചിത്. ജ്ഞാനം ഒരിടത്തു മാത്രം ഒതുങ്ങുന്നതല്ല, ഒരാളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അതുകൊണ്ട് തന്നെ എല്ലാം അറിയുന്നവരായിട്ട് ആരും തന്നെ ഇല്ല, ഒരാളിലും എല്ലാ അറിവുകളും ഒതുങ്ങുന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ഈ ജീവിതകാലത്തിൽ നമ്മൾ കഴിയാവുന്ന അത്ര അറിവുകൾ നേടിയെടുക്കാൻ ശ്രമിക്കണം. ഒരിക്കലും എല്ലാം അറിയുന്നവരായിട്ട് നമ്മൾ മടങ്ങില്ല. സർവഃ സർവം ന ജാനാതി, എല്ലാവരിലും എല്ലാ അറിവും ഇല്ല. അതുപോലെ തന്നെ സർവജ്ഞഃ നാസ്തി കശ്ചന, സർവജ്ഞരായിട്ടുള്ള എല്ലാം അറിയുന്നവരായിട്ട് ആരും തന്നെ ഇല്ല. എന്താ കാരണം? അറിവ് ഒരാളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, അതുപോലെ തന്നെ ഒരിടത്ത് ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ജീവിതത്തിൽ വളരെ കുറച്ചു കാലമേ നമ്മൾ ഇവിടെ ജീവിക്കുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത്ര അറിവുകൾ നമ്മൾ നേടിയെടുക്കണം. 3 പദച്ഛേദങ്ങളാണ് തന്നിട്ടുള്ളത്. നാസ്തി, ന അധികം അസ്തി. പരിനിഷ്ഠാസ്തി, പരിനിഷ്ഠ അധികം അസ്തി. നൈകത്ര, ന പ്ലസ് ഏകത്ര, ന അധികം ഏകത്ര. പിന്നെ ഒരു വിഗ്രഹം കൂടി തന്നിട്ടുണ്ട്. വിഗ്രഹഃ സർവജ്ഞഃ, സർവജ്ഞഃ എന്ന വാക്കിന്റെ അർത്ഥമാണ് തന്നിട്ടുള്ളത്. സർവം ജാനാതി ഇതി, എല്ലാം അറിയാം എന്നാണ്, അറിയുന്നവൻ എന്നാണ് സർവജ്ഞഃ എന്ന വാക്കിന്റെ അർത്ഥം. അന്വയഃ, അന്വയം സർവഃ സർവം ന ജാനാതി, എല്ലാവരും എല്ലാം അറിയുന്നവരല്ല. കശ്ചന സർവജ്ഞഃ നാസ്തി, സർവജ്ഞഃ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളില്ല, എല്ലാം അറിയുന്നവൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇല്ല. ജ്ഞാനസ്യ ഏകത്ര ക്വചിത് പുരുഷേവ പരിനിഷ്ഠ നാസ്തി, അറിവിന്, ജ്ഞാനത്തിന് ഒരാളിലോ ഒരിടത്തോ മാത്രമായി പരിനിഷ്ഠ, സ്ഥിതി ഇല്ല. സാരാംശഃ, സുഭാഷിതത്തിന്റെ സാരം ഇങ്ങനെയാണ്. സർവഃ സർവേ ജനാഃ സർവം വസ്തുതത്വം ന ജാനാതി. എല്ലാവരും, ഇത് സർവേ ജനാഃ എന്ന് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. എല്ലാവർക്കും എന്താണ്? എല്ലാ കാര്യങ്ങളും, എല്ലാ വസ്തുതത്വം എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും അറിയില്ല. ന ജാനാതി. തഥൈവ കശ്ചന പുമാനപി സർവജ്ഞഃ ന ഭവതി. അതുപോലെ തന്നെ കശ്ചന പുമാൻ, പുമാൻ എന്ന് വെച്ചാൽ പുരുഷൻ, മനുഷ്യൻ എന്നൊക്കെയുള്ള അർത്ഥം. ഒരാളും
എന്താണ്? സർവജ്ഞനല്ല, എല്ലാം അറിയുന്നവനല്ല. യതഃ ജ്ഞാനസ്യ സ്ഥിതിഃ ഏകത്ര സഭായാം വാ ദേശേ വാ തഥാ കസ്മിൻശ്ചിത് പുരുഷേ വാ ന വർത്തതേ ഇതി. എന്തുകൊണ്ടാണ്? ജ്ഞാനത്തിന്റെ സ്ഥിതി, അറിവുള്ളത്, അറിവ് നിലനിൽക്കുന്നത് ഒരാളിലോ ഒരു സ്ഥലത്തോ ഒരു സഭയിലോ ഒന്നുമല്ല. എല്ലായിടത്തും അറിവുണ്ട്. അറിവുകൾ നേടിയെടുക്കുക എന്നതാണ് നമ്മുടെ ധർമ്മം. നമുക്ക് കഴിയാവുന്നത്ര അറിവുകൾ നമ്മൾ നേടിയെടുക്കണം എന്നാണ് ഈ സുഭാഷിതത്തിലൂടെ സൂചിപ്പിക്കുന്നത്. സുഭാഷിതം ഒന്നുകൂടി വായിക്കാം. സർവഃ സർവം ന ജാനാതി സർവജ്ഞോ നാസ്തി കശ്ചന നൈകത്ര പരിനിഷ്ഠാസ്തി ജ്ഞാനസ്യ പുരുഷേ ക്വചിത്. അടുത്തതായി ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ഉച്ചൈഹി വദതു, ഉറക്കെ പറയൂ. 6 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഓരോ ചിത്രത്തിന്റെയും സംസ്കൃതത്തിലുള്ള പേരാണ് ഇവിടെ തന്നിട്ടുള്ളത്. അത് ഉറക്കെ വായിക്കാനും ഉറക്കെ പറയാനുമാണ് ഈ പ്രവർത്തനം. ത്രിചക്രിക, ആദ്യത്തെ ചിത്രമാണ് ത്രിചക്രിക. 3 ചക്രമുള്ള വാഹനം ഏതാണ്? ഓട്ടോറിക്ഷ. ത്രിചക്രിക. രണ്ടാമത്തെ ചിത്രം നൗക, നൗക തോണിയാണ്. മൂന്നാമത് അജ, അജ, അജ എന്ന് വെച്ചാൽ ആട്. നാലാമത്തെ ചിത്രം വീണ, വീണ മലയാളത്തിലും നമ്മൾ ഉപയോഗിക്കാറുള്ള പദമാണ്. അഞ്ചാമത്തെ ചിത്രം ലേഖനി, ലേഖനി, ലേഖനി എന്ന് വെച്ചാൽ പേന. ആറാമത്തെ ചിത്രം മഹിഷി, മഹിഷി എന്ന് വെച്ചാൽ എരുമ. ഈ വാക്കുകളിലെ എല്ലാം പ്രത്യേകത എന്താണ്? ഇവയെല്ലാം അവസാനിക്കുമ്പോൾ ദീർഘാക്ഷരങ്ങളായിട്ടാണ് അവസാനിക്കുന്നത്. ത്രിചക്രിക, വീണ, മഹിഷി, നൗക ഇതെല്ലാം സ്ത്രീലിംഗ പദങ്ങളാണ്. ആ എന്നാണ് അല്ലെങ്കിൽ ഈ എന്ന ദീർഘാക്ഷരത്തിലൂടെയാണ് ഇത് അവസാനിക്കുന്നത്. ഇവയെല്ലാം സ്ത്രീലിംഗ പദങ്ങളാണ്. രണ്ടാമത്തെ പ്രവർത്തനം, വാക്യാനി ഉച്ചൈഹി വദതു ലിഖതു ച. വാക്യങ്ങൾ ഉറക്കെ വായിക്കുവാനും എഴുതുവാനുമാണ് ഈ പ്രവർത്തനം. 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ ചിത്രത്തിന് താഴെയായി മാതാമഹി അജാം ആനയതി, മാതാമഹി അജാം ആനയതി. മാതാമഹി മുത്തശ്ശി ആടിനെ ആനയതി കൊണ്ടുവരുന്നു. ചിത്രം കണ്ടാൽ നമുക്കറിയാം, മുത്തശ്ശി ആടിനെ കൊണ്ടുവരുന്നു. രണ്ടാമത്തെ ചിത്രം ശാസ്ത്രജ്ഞാഹ വിക്ഷേപണീം പ്രേഷയന്തി, ശാസ്ത്രജ്ഞാഹ വിക്ഷേപണീം പ്രേഷയന്തി. ശാസ്ത്രജ്ഞന്മാര് വിക്ഷേപണിയെ റോക്കറ്റിനെ പ്രേഷയന്തി അയക്കുന്നു. ഈ 2 ചിത്രങ്ങളിലും 2 വാക്കുകൾ അടിവരയിട്ടിട്ടുണ്ട്, അജാം എന്നും വിക്ഷേപണീം എന്നും. എന്താണ് അവിടെ വ്യത്യാസം? നേരത്തെ നമ്മൾ ആട് എന്ന വാക്കിന് അജ എന്ന് പഠിച്ചു. ഇവിടെ എന്താണ്? അജാം എന്നാണ് തന്നിട്ടുള്ളത്. അജ എന്നാണെങ്കിൽ മാതാമഹി അജ ആനയതി, അജ എന്ന് വെച്ചാൽ ആട്, മാതാമഹി മുത്തശ്ശി ആട് കൊണ്ടുവരുന്നു എന്നാണ് ആവുക. അപ്പൊ ആടിനെ കൊണ്ടുവന്നു എന്നാവണമെങ്കിൽ അജാം എന്നാക്കണം. അതുപോലെ തന്നെ വിക്ഷേപണി, വിക്ഷേപണി എന്ന് വെച്ചാൽ റോക്കറ്റ്, വിക്ഷേപണീം എന്ന് വെച്ചാൽ റോക്കറ്റിനെ. അപ്പോൾ മാതാമഹി അജാം ആനയതി, മാതാമഹി മുത്തശ്ശി ആടിനെ കൊണ്ടുവരുന്നു. ശാസ്ത്രജ്ഞാഹ വിക്ഷേപണീം പ്രേഷയന്തി, ശാസ്ത്രജ്ഞന്മാര് വിക്ഷേപണിയെ അയക്കുന്നു എന്നാവും. ഇവിടെ അടുത്ത 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ബാലഹ ഡാഷ് ബ്രാക്കറ്റില് വീണ വാദയതി. അവിടെ വീണ എന്നാണ് തന്നിട്ടുള്ളത്, അത് വീണയെ എന്നാക്കണം. ബാലൻ വീണയെ വായിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് വരിക? ബാലഹ വീണാം വാദയതി എന്നാവും. അടുത്തതായി 4ാമത്തെ ചിത്രം പിതാമഹ ഡാഷ് ആകാശവാണി ശൃണോതി. അപ്പോൾ ആകാശവാണിയെ കേൾക്കുന്നു, മുത്തശ്ശൻ ആകാശവാണിയെ ശ്രവിക്കുന്നു, കേൾക്കുന്നു എന്നാവണം.
അപ്പൊ എങ്ങനെ പറയാം? പിതാമഹഃ ആകാശവാണീം ശൃണോതി. അടുത്ത പ്രവർത്തനം സുഭാഷിതം ഭാവാത്മകതയാ വ്യക്തിശഃ സംഘശഃ വാ വിദ്യാലയ സഭായാം ആലപന്തു. ഈ സുഭാഷിതം നമ്മൾ പഠിച്ച 3 സുഭാഷിതങ്ങള് ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് വിദ്യാലയത്തിലോ മറ്റു സഭകളിലോ വ്യക്തിശഃ സംഘശഃ വാ ഒറ്റയ്ക്കോ ഗ്രൂപ്പായിട്ടോ ആലപിക്കൂ എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനം. പിന്നെ ഐക്യമത്യം മഹാബലം ഇത്യാശയം അധികൃത്യ ലഘുഭാഷണം കക്ഷായാം അവതാരയതു. ഐക്യമത്യം മഹാബലം, നമ്മൾ ആദ്യം പഠിച്ച സുഭാഷിതത്തില് ഐക്യത്തെ പറ്റിയിട്ട് പഠിച്ചു. ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ലഘുഭാഷണം, ഒരു ചെറിയ പ്രസംഗം ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് തന്നിട്ടുള്ളത്. അതിന് വേണ്ടുന്ന സൂചനകളും തന്നിട്ടുണ്ട്. സൂചനാഹ മാനവാനാം പുരോഗത്यै, മനുഷ്യരുടെ പുരോഗതിക്ക് വേണ്ടി ഐക്യം വേണം. ലോകസുഖായ, ലോകസുഖത്തിന് വേണ്ടി, ലോകം സമാധാനത്തോടു കൂടി നിലനിൽക്കാൻ ഐക്യം വേണം. രാഷ്ട്രഹിതായ, രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഐക്യം വേണം. സമാജസ്യ ഉന്നതേഹേ, സമാജസ്യ സമൂഹത്തിന്റെ ഉന്നതിക്കും ഐക്യം വേണം. ഈ 4 പോയിന്റുകൾ ഉപയോഗിച്ച് ഒരു ലഘു പ്രസംഗം, ചെറിയ പ്രസംഗം ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് ഈ പ്രവർത്തനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്ത പ്രവർത്തനം ചിത്രസ്യ ആശയാനുസാരം ഉചിതം സുഭാഷിതം പാഠഭാഗാത് സ്വീകൃത്യ ഉചിത സ്ഥാനെ ലിഖതു. ഇവിടെ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ആ ചിത്രത്തിന്റെ ആശയാനുസാരം, ആശയമനുസരിച്ച് ഉചിതം സുഭാഷിതം, ഉചിതമായിട്ടുള്ള സുഭാഷിതം പാഠഭാഗാത് സ്വീകൃത്യ ലിഖതു, പാഠഭാഗത്ത് നിന്ന് എടുത്ത് എഴുതാനാണ് തന്നിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ ചിത്രം നോക്കുക. ഒരു അധ്യാപിക കുട്ടികളെ പഠിപ്പിക്കുകയാണ്. കുട്ടികൾ ശ്രദ്ധയോടുകൂടി അവിടെ ക്ലാസ് വീക്ഷിക്കുന്നുണ്ട്, അറിവ് നേടിയെടുക്കുകയാണ്. രണ്ടാമത്തെ ചിത്രത്തിൽ 4 ഉറുമ്പുകൾ കൂടി ഒരു വടിക്കഷ്ണം എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പൊ ഒരൊറ്റ ഉറുമ്പാണ് അവിടെ എങ്കിൽ എങ്ങനെയായിരിക്കും? അവിടെ ഐക്യത്തോടു കൂടി 4 ഉറുമ്പുകൾ ഉള്ളതിനെ കൊണ്ടാണ് അവിടെ ആ വടി എടുത്തുകൊണ്ട് പോകുന്ന ആ കാര്യം നടന്നത്. അതുകൊണ്ട് തന്നെ ആ സുഭാഷിതത്തിന്, ആ ചിത്രത്തിന് ചേരുന്ന സുഭാഷിതം ഏതായിരിക്കും? പാഠഭാഗത്ത് നിന്ന് അത് തിരഞ്ഞെടുത്ത് എഴുതുക. അതുപോലെ തന്നെ ആദ്യത്തെ ചിത്രത്തിൽ അറിവ് നേടിയെടുക്കുന്നതിനെ പറ്റിയാണ് അതിൽ പറയുന്നത്. അപ്പൊ ഏത് സുഭാഷിതമായിരിക്കുമെന്ന് ആലോചിച്ച് അവിടെ എഴുതുക. അവസാനത്തെ പ്രവർത്തനമാണ് പദാനാം അർത്ഥം ലിഖതു. പദങ്ങളുടെ അർത്ഥം എഴുതാനാണ്. ദുർബലഹ, ബലഹീനഹ, ബലം ഇല്ലാത്തവൻ എന്നുള്ള അർത്ഥം. ജാനാതി, അറിയുന്നു. മിത്രം, സുഹൃത്ത്. വിശ്വം, ലോകം. ധീഹി, ബുദ്ധി. ഇതിന് താഴെ അമരകോശഃ എന്ന് തന്നിട്ടുണ്ട്. അമരകോശഃ എന്നത് സംസ്കൃതത്തിലെ ഒരു കോശഗ്രന്ഥമാണ്. ഒരുപാട് സംസ്കൃത വാക്കുകളും അതിന്റെ അർത്ഥവും പര്യായ പദങ്ങളും അടങ്ങിയ ഒരു സംസ്കൃത ഡിക്ഷണറിയാണ് അമരകോശഃ. അമരസിംഹനാണ് അമരകോശം എഴുതിയത്. ഇതിന് നാമലിംഗാനുശാസനം എന്ന് മറ്റൊരു പേര് കൂടി ഉണ്ട്. ഇവിടെ അമരകോശത്തിൽ നിന്ന് ബുദ്ധി എന്ന വാക്കിന്റെ പര്യായ പദങ്ങളാണ് തന്നിട്ടുള്ളത്. ബുദ്ധിർ മനീഷാധിഷണാധീഹി പ്രജ്ഞാശേമുഷീമതിഹി. ബുദ്ധി എന്ന വാക്കിന്റെ മറ്റ് പര്യായ പദങ്ങളാണിവ. ബുദ്ധി, മനീഷ, ധിഷണ, ധീഹി, പ്രജ്ഞ, ശേമുഷി, മതിഹി. അങ്ങനെ 7 വാക്കുകളാണ് ബുദ്ധി എന്നുള്ള അർത്ഥത്തിൽ തന്നെ വരുന്നത്. അതിന് താഴെയായിട്ട് നാമരൂപാണി എന്ന് തന്നിട്ടുണ്ട്. നാമരൂപാണി ആകാരാന്തഃ സ്ത്രീലിംഗഃ വീണാശബ്ദഃ. ആകാരാന്തമായിട്ടുള്ള സ്ത്രീലിംഗ ശബ്ദമാണ് വീണാശബ്ദം. ആ, വീണ, ആ എന്നാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആകാരാന്തമാണ്, സ്ത്രീലിംഗമാണ് വീണാശബ്ദം. പ്രഥമാ വിഭക്തി ഏകവചനം വീണ, ദ്വിവചനം വീണേ, ബഹുവചനം വീണാഹ. സംബോധന പ്രഥമ ഏകവചനം ഹേ വീണേ, ദ്വിവചനം ഹേ വീണേ, ബഹുവചനം ഹേ വീണാഹ. ദ്വിതീയ വിഭക്തി ഏകവചനം വീണാം, ദ്വിവചനം വീണേ, ബഹുവചനം വീണാഹ. തൃതീയ വിഭക്തി
ഏകവചനം വീണയാ, ദ്വിവചനം വീണാഭ്യാം, ബഹുവചനം വീണാഭിः. ചതുർത്ഥി വിഭക്തി ഏകവചനം വീണായൈ, ദ്വിവചനം വീണാഭ്യാം, ബഹുവചനം വീണാഭ്യഃ. പഞ്ചമി വിഭക്തി ഏകവചനം വീണായാः, ദ്വിവചനം വീണാഭ്യാം, ബഹുവചനം വീണാഭ്യഃ. ഷഷ്ടി വിഭക്തി ഏകവചനം വീണായാः, ദ്വിവചനം വീണയോः, ബഹുവചനം വീണാനാം. സപ്തമി വിഭക്തി ഏകവചനം വീണായാം, ദ്വിവചനം വീണയോः, ബഹുവചനം വീണാസു. ധാതുരൂപാണി. ധാതുരൂപാണി എന്ന് വെച്ചാൽ ക്രിയാപദങ്ങളാണ്. ജ്ഞ അവബോധനെ ധാതുഹു പരസ്മൈപതി ലട്ട്. ജ്ഞ എന്ന് വെച്ചാൽ അറിയുക. അറിയുക ജ്ഞ എന്ന ധാതുവിന്റെ ലട്ട് ലകാരം വർത്തമാനകാലമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പ്രഥമ പുരുഷ ഏകവചനം ജാനാതി, ദ്വിവചനം ജാനീതഃ, ബഹുവചനം ജാനന്തി. മധ്യമ പുരുഷ ഏകവചനം ജാനാസി, ദ്വിവചനം ജാനീധഃ, ബഹുവചനം ജാനീധ. ഉത്തമ പുരുഷ ഏകവചനം ജാനാമി, ദ്വിവചനം ജാനീവഃ, ബഹുവചനം ജാനീമഃ. അതിന് താഴെ ശബ്ദകോശ എന്ന് തന്നിട്ടുണ്ട്. ശബ്ദകോശ അതിൽ ഒരുപാട് വാക്കുകൾ നമ്മൾ ഈ പാഠഭാഗത്ത് പഠിച്ച ഒരുപാട് വാക്കുകൾ തന്നിട്ടുണ്ട്. അവയുടെ തന്നെ മറ്റു സംസ്കൃത വാക്കുകൾ, അതേ അർത്ഥം വരുന്ന മറ്റു സംസ്കൃത വാക്കുകൾ തന്നിട്ടുണ്ട്. മലയാളത്തിൽ അതിന്റെ അർത്ഥം തന്നിട്ടുണ്ട്. ഇംഗ്ലീഷിലും കന്നഡത്തിലും അതിന്റെ അർത്ഥം തന്നിട്ടുണ്ട്. വായിക്കാം, മനസ്സിലാക്കാം. അടുത്തതായി അനുബന്ധ എന്ന ഭാഗത്ത് അധികവാചനാംശ എന്ന് തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ എക്സ്ട്രാ നമുക്ക് വായിക്കാനുള്ളതാണ്. അവിടെ ഒരു സുഭാഷിതം തന്നിട്ടുണ്ട്. ഭാഷാ സുമധുര മുഖ്യ ദിവ്യാ ഗീർവാണ ഭാരതി തസ്യാം ഹി മധുരം കാവ്യം തത്രാപി ച സുഭാഷിതം. സുഭാഷിതത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഈ സുഭാഷിതത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഭാഷാസു മധുര മുഖ്യ, ഭാഷകളില് ഏറ്റവും മധുരമേറിയതും കേൾക്കാൻ ഏറ്റവും മധുരമുള്ളത്, അതുപോലെ തന്നെ മുഖ്യ ഏറ്റവും പ്രധാനപ്പെട്ടത്, ദിവ്യ ദിവ്യമായിട്ടുള്ളതുമാണ് ഗീർവാണ ഭാരതി. ഗീർവാണ ഭാരതി എന്ന് സംസ്കൃത ഭാഷയുടെ മറ്റൊരു പേരാണ്. തസ്യാം ഹി മധുരം കാവ്യം, അതിൽ തന്നെ സംസ്കൃത ഭാഷയിൽ ഏറ്റവും മധുരമേറിയത് കാവ്യങ്ങളാണ്. തത്രാപിച്ച സുഭാഷിതം, അതിലും സുഭാഷിതങ്ങളാണ് ഏറെ മധുരമേറിയത്. അങ്ങനെ സുഭാഷിതത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചുള്ള ഒരു സുഭാഷിതമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അധികതാഹ അംശാഹ സുഭാഷിതം സതാളം ആലപത്. നമ്മൾ ഈ പാഠഭാഗത്തിൽ നിന്ന് ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. സുഭാഷിതം സതാളം ആലപത്, സുഭാഷിതം താളത്തോടുകൂടി ആലപിച്ചു. ലഘുഭാഷണം അകരോത്, ചെറിയ ഒരു ഭാഷണം, ഒരു പ്രസംഗം നമ്മൾ ക്ലാസ്സിൽ അവതരിപ്പിച്ചു. പദാനാം അർത്ഥം അലിഖത്, പദങ്ങളുടെ അർത്ഥം എഴുതി. സുഭാഷിതസ്യ ആശയം അവാഗച്ഛത്, സുഭാഷിതങ്ങളുടെ ആശയം മനസ്സിലാക്കി. ആശയാനുസാരം സുഭാഷിതം അലിഖത്, ആശയം മനസ്സിലാക്കി സുഭാഷിതങ്ങൾ എഴുതി. അധോദത്തെ സുഭാഷിതേ സൂചിതസ്യ കസ്യചന പക്ഷിണഃ ചിത്രം അധോദത്തമസ്തി. ബിന്ദൂൻ യോജയിത്വാ ചിത്രസ്യ വർണ്ണലേപനം കരോതു. താഴെ തന്നിരിക്കുന്ന സുഭാഷിതത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന പക്ഷിയുടെ ചിത്രം അടുത്ത പേജിൽ തന്നിട്ടുണ്ട്. അതിൽ എന്താണ്, ബിന്ദുക്കൾ യോജിപ്പിച്ച് ചിത്രം പൂർത്തിയാക്കാനാണ് പറയുന്നത്. ആദ്യം സുഭാഷിതം ഒന്ന് വായിച്ചു നോക്കാം. കാകദൃഷ്ടിർബകധ്യാനം ശ്വാനനിദ്രാ തഥൈവ ച അല്പാഹാരം ജീർണവസ്ത്രം ഏതദ് വിദ്യാർത്ഥി ലക്ഷണം. കാകദൃഷ്ടിഃ ബകധ്യാനം ശ്വാനനിദ്ര തഥൈവ ച. കാക്കദൃഷ്ടി, കാക്കയുടെ ദൃഷ്ടി. കാക്ക എങ്ങനെയാ നോക്കുക? വളരെ ശ്രദ്ധയോടുകൂടി ചുറ്റുവട്ടവും കാക്ക നോക്കും. എല്ലായിടത്തും കാക്കയുടെ നോട്ടം എത്തും. അതുപോലെ തന്നെ ബകധ്യാനം, കൊക്ക് ധ്യാനിക്കുന്നത് പോലെ. കൊക്ക് എങ്ങനെയാ ധ്യാനിക്കുക? വളരെ ശ്രദ്ധയോടുകൂടി ഒറ്റക്കാലിൽ നിന്ന് തൻ്റെ ചുറ്റിലൂടെ പോകുന്ന ഒരു മത്സ്യത്തെ
കൊത്തിയെടുക്കാനായി വളരെ ശ്രദ്ധയോടുകൂടിയാണ് കൊക്ക് നിൽക്കുക. ശ്വാനനിദ്ര, ശ്വാനൻ നായയുടെ ഉറക്കം. ശ്വാനനിദ്ര എങ്ങനെയാണ്? അതും വളരെ ജാഗരൂകതയോടുകൂടിയാണ്. അടുത്ത് എന്ത് നടന്നാലും ചെറിയ ശബ്ദം കേട്ടാലും നായ ഉണരും. അല്പാഹാരം ജീർണവസ്ത്രം, അല്പാഹാരം വളരെ മിതമായ ആഹാരം, ജീർണവസ്ത്രം എന്ന് വെച്ചാൽ ജീർണിച്ച വസ്ത്രം, വളരെ പുതിയ വസ്ത്രമൊന്നുമല്ല. ഏതത് വിദ്യാർത്ഥി ലക്ഷണം, ഒരു വിദ്യാർത്ഥിയുടെ ലക്ഷണം ഇതൊക്കെയാണ് എന്നാണ് പറയുന്നത്. കാക്കദൃഷ്ടി, കാക്കയെ പോലെയും, ബകഹ എന്ന് വെച്ചാൽ കൊക്ക്, കൊക്കിനെ പോലെയും, ശ്വാനഹ എന്ന് വെച്ചാൽ നായ, നായയെ പോലെയും ഒക്കെ വളരെ ശ്രദ്ധാലുവായിരിക്കും, വളരെ വീക്ഷണ ബുദ്ധിയോട് കൂടിയുള്ളവരായിരിക്കും. അതുപോലെ തന്നെ വളരെ മിതമായ ആഹാരമാണ് കഴിക്കുക, വലിച്ചു വാരി കഴിക്കില്ല, കണ്ണി കണ്ടതൊക്കെ കഴിക്കില്ല, മിതാഹാരിയായിരിക്കും. അതുപോലെ തന്നെ ജീർണവസ്ത്രം, മോടി കൂടിയ വസ്ത്രങ്ങളിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും എന്തുണ്ടായിരിക്കില്ല, വലിയ ആഗ്രഹം ഒന്നും ഉണ്ടായിരിക്കില്ല, അതിലായിരിക്കില്ല ശ്രദ്ധ, പഠന വിഷയങ്ങളിലായിരിക്കും ശ്രദ്ധ. ഇതാണ് വിദ്യാർത്ഥിയുടെ ലക്ഷണം എന്നാണ് ഈ സുഭാഷിതത്തിലൂടെ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ചിത്രത്തിലൂടെ ഏത് പക്ഷിയാണ് കാണിച്ചത് എന്ന്. രണ്ട് പക്ഷികളെ പറ്റിയിട്ടാണ് ഈ സുഭാഷിതത്തിൽ പറഞ്ഞിട്ടുള്ളത്, കാക്കഹ ബകഹ. ഇതില് കാക്കഹ ആണ് ഈ ചിത്രത്തിൽ തന്നിട്ടുള്ളത്. കുത്തുകൾ യോജിപ്പിച്ച് ചിത്രം പൂർത്തിയാക്കൂ എന്നതാണ് ഈ പ്രവർത്തനം. അങ്ങനെ 6ാം ക്ലാസ്സിലെ ആദ്യ പാഠഭാഗം അവസാനിച്ചിരിക്കുകയാണ്. ജീവനം മനോഹരം എന്ന ഏകകത്തിലെ 2ാമത്തെ പാഠഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും രുദ്രാജ് സ്കൂൾ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വന്ദേ സംസ്കൃത മാതരം.